നമസ്തേ. കഴിഞ്ഞ ക്ലാസ്സിലെ കർത്തരി പ്രയോഗത്തിൻ്റെ വാക്യങ്ങളെ എങ്ങനെ കർമ്മണിയിലേക്ക് മാറ്റാമെന്ന് നമുക്ക് നോക്കാം. എല്ലാവരും എഴുതി ഒന്ന് ചെയ്തു നോക്കിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. ആദ്യത്തെ വാക്യം, ശ്രീകൃഷ്ണ അർജുനം കഥയതി. കർത്തരി വാക്യാണ് അല്ലേ? അപ്പൊ ഇതിനെ കർമ്മണിയിലേക്ക് മാറ്റുമ്പോൾ കർത്തൃപദം തൃതീയ വിഭക്തിയിൽ വരണം. അപ്പോൾ എങ്ങനെ വരും? ശ്രീകൃഷ്ണേന അർജുനഃ കഥ്യത്തെ. കർത്തൃപദം ശ്രീകൃഷ്ണ എന്നാണ്, അത് തൃതീയ വിഭക്തിയിൽ വന്നു. അർജുനഃ കർമ്മപദം അത് പ്രഥമയിൽ വന്നു. അതുപോലെ കഥയതി എന്നത് കഥ്യത്തെ എന്ന് മാറി. അതുപോലെ ഗുരുഹു വേദം പാഠയതി. ഗുരുഹു എന്നതിന്റെ തൃതീയ ഗുരുണ. വേദം എന്നതിന്റെ പ്രഥമ വേദഃ. പാഠയതി പാഠ്യത്തെ. അതേപോലെ ചാലകഃ ത്രിചക്രികാം ചാലയതി. ചാലകഃ എന്നത് ചാലകേന. ത്രിചക്രികാം എന്നതിന്റെ പ്രഥമ വിഭക്തി ത്രിചക്രിക. ചാലയതി ചാല്യത്തെ. അധ്യാപിക പ്രശ്നം പൃച്ഛതി. ഇവിടെ അധ്യാപിക എന്ന സ്ത്രീലിംഗമാണ് കർത്തൃപദം. അപ്പൊ എങ്ങനെ വരും? അധ്യാപികയാ. അധ്യാപികയാ പ്രശ്നഃ പൃച്ഛ്യത്തെ. വാനരഃ വൃക്ഷാത് പതതി. വാനരഃ എന്നതിന്റെ തൃതീയ എങ്ങനെയാണ്? വാനരേണ. വാനരേണ വൃക്ഷാത് പത്യത്തെ. പത്യത്തെ ഇവിടെ ഭാവി പ്രയോഗമാണ്. അതുപോലെ വത്സഃ അക്ഷരം ലിഖതി. വത്സേന അക്ഷരം ലിഖ്യത്തെ. മാതാ ഓദനം പച്ചതി. മാത്ര ഓദനഃ പച്യത്തെ. മാതാ എന്നത് ഋകാരാന്ത ശബ്ദമാണ്, അതിന്റെ തൃതീയയാണ് മാത്ര. ഓക്കെ.